പ്രൈസ് ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: രണ്ട് വ്യക്തികൾ ഒരേ വസ്ത്രം കൊണ്ട് ഒരുപോലെയുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്തു. ചെയ്തവർ ആരെല്ലാമാണ്? ചെയ്തത് എന്താണ്? ഉപയോഗിച്ച വസ്ത്രം ഏതായിരുന്നു? ഉത്തരം: ഉപയോഗിച്ചവർ ഏലിയാവും എലീശയും. ചെയ്തത് യോർദാനിലെ വെള്ളത്തെ അടിച്ചു. ഉപയോഗിച്ച വസ്ത്രം പുതപ്പ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 8-14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഇസഹാക്കിനെ കണ്ടപ്പോൾ റിബേക്ക ഏതു വസ്ത്രമാണ് ധരിച്ചത്? ഉത്തരം: മൂടുപടം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 65-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന വസ്ത്രം ഏതാണ്? ആരാണ് ഉണ്ടാക്കിയത്? ഉത്തരം: ആദ്യമായി പറഞ്ഞിരിക്കുന്ന വസ്ത്രം അരയാട. ഉണ്ടാക്കിയത് ആദവും ഹൗവയും. ഉപയോഗിച്ചത് അത്തിയില. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആണ്ടുതോറും പുതിയ അങ്കി ലഭിച്ചിരുന്നത് ആർക്കായിരുന്നു? ഉത്തരം: ശമൂവേൽ ബാലന്. 1 ശമൂവേൽ 2-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: യാക്കോബ് യോസെഫിന് ഉണ്ടാക്കി കൊടുത്ത വസ്ത്രം ഏതായിരുന്നു? ഉത്തരം: നിലയങ്കി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവം ഉണ്ടാക്കിയ വസ്ത്രം ഏതാണ്? എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയത്? ഉത്തരം: ഉടുപ്പ്. ഉണ്ടാക്കിയത് തോൽ കൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബോബസ് രൂത്തിന് യവം അളന്നു കൊടുത്തത് ഏതു വസ്ത്രത്തിലായിരുന്നു? ഉത്തരം: അവൾ ധരിച്ചിരുന്ന പുതപ്പിൽ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ശീലയിൽ പൊതിഞ്ഞത് ആരെയായിരുന്നു? ഉത്തരം: യേശുവിനെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7, 23, 53 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ കൊടുത്ത വസ്ത്രം ഏതായിരുന്നു? ഉത്തരം: മേൽത്തരമായ അങ്കി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: യേശുവിനെ വിസ്തരിച്ചുകൊണ്ടിരുന്നപ്പോൾ വസ്ത്രം കീറിയത് ആരാണ്? ഉത്തരം: മഹാപുരോഹിതൻ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 44-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യേശുവിൻ്റെ മരണസമയത്ത് കീറിയ വസ്ത്രം ഏതായിരുന്നു? ഉത്തരം: മന്ദിരത്തിൻ്റെ തിരശ്ശീല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഒരേ വസ്ത്രം 2 വ്യക്തികൾ ഉപയോഗിച്ചു. ഒരാളെ രക്ഷിക്കുന്നതിനായിട്ടും ഒരാളെ കൊല്ലുന്നതിനായിട്ടും. വസ്ത്രം ഏതാണ്? ആർക്കെല്ലാം വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഉത്തരം: വസ്ത്രം കമ്പിളി. ദാവീദിന്റെ കുളിർ മാറുന്നതിന് വേണ്ടി പുതപ്പിച്ചു. അരാം രാജാവായ ബെൻഹദദിനെ കൊല്ലുന്നതിന് വേണ്ടി ഹസായേൽ കമ്പിളി വെള്ളത്തിൽ മുക്കി ബെൻഹദദിന്റെ മുഖത്തിട്ടു. 2 രാജാക്കന്മാർ 8-15, 12, 1 രാജാക്കന്മാർ 1-1.
അടുത്ത ചോദ്യം, തലയിൽ വെണ്ണീർ വാരിയിട്ട് ധരിച്ചിരുന്ന നിലയങ്കി കീറിയത് ആരായിരുന്നു? ഉത്തരം ദാവീദിന്റെ മകളായ താമാർ. 2 ശമൂവേൽ 13 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ഗോലിയാത്തിനോട് യുദ്ധത്തിന് പോകാൻ തയ്യാറായ ദാവീദിനെ ശൗൽ ധരിപ്പിച്ച വസ്ത്രം ഏതായിരുന്നു? ഉത്തരം ശൗലിൻ്റെ പടയങ്കി. 1 ശമൂവേൽ 17:38. അടുത്ത ചോദ്യം, ദാവീദിനെ കിളിവാതിലിൽ കൂടി ഇറക്കി വിട്ടതിന് ശേഷം കട്ടലിൽ കിടത്തിയ ബിംബത്തിന്റെ തലയ്ക്കൽ മീഖൾ വെച്ചത് എന്തായിരുന്നു? ഉത്തരം കോലാട്ടുരോമം കൊണ്ടുള്ള മൂടി. 1 ശമൂവേൽ 19 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ഒരു വ്യക്തി രാജാവായി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്ക് വസ്ത്രം കൊടുത്തു. ആരാണ് കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? ഉത്തരം കൊടുത്തത് യേഹൂ, ബാലിൻ്റെ പൂജകന്മാർക്ക്. 2 രാജാക്കന്മാർ 10 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, ആഖാൻ മോഷ്ടിച്ച സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വസ്ത്രം ഏതായിരുന്നു? ഉത്തരം വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കി. യോശുവയുടെ പുസ്തകം 7 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ലുദിയ വിറ്റിരുന്ന വസ്ത്രം ഏതായിരുന്നു? ഉത്തരം രക്താംബരം. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, ഒരു വ്യക്തി മറ്റൊരാളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് പിടിച്ചു വലിച്ചപ്പോൾ കീറിപ്പോയി. വ്യക്തികൾ ആരെല്ലാമായിരുന്നു? വസ്ത്രം ഏതായിരുന്നു? ഉത്തരം ശൗൽ ശമൂവേലിൻ്റെ വസ്ത്രം ധരിച്ചിരുന്ന വസ്ത്രം നിലയങ്കി. 1 ശമൂവേൽ 15 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം, വീട്ടിൽ ഉള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടായിരുന്നത് ആരുടെ വീട്ടിൽ ആയിരുന്നു? ഉത്തരം സാമർഥ്യമുള്ള ഭാര്യയുടെ വീട്ടിൽ. സദൃശവാക്യം 31 അധ്യായം 10, 21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അഹരോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി ഉണ്ടാക്കിയ വസ്ത്രം ഏതായിരുന്നു? ഉത്തരം വിശുദ്ധ വസ്ത്രം. പുറപ്പാട് പുസ്തകം 28 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ദ്രോഹമെന്ന് പറഞ്ഞ് തൻ്റെ വസ്ത്രം കീറിയത് ആരാണ്? ഉത്തരം അഥല്യ. 2 രാജാക്കന്മാർ 11 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, യേശു ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഏതെല്ലാം വസ്ത്രങ്ങളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കാലും കൈയും കെട്ടിയ ശീല, മുഖം മൂടാൻ ഉപയോഗിച്ച റൂമാൽ. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 44 വാക്യം. അടുത്ത ചോദ്യം, നയമാൻ ഇസ്രയേലിൽ സൗഖ്യമാകുന്നതിന് വേണ്ടി വന്നപ്പോൾ എത്ര കൂട്ടം വസ്ത്രമാണ് കൊണ്ടുവന്നത്? ഉത്തരം 10 കൂട്ടം വസ്ത്രം. 2 രാജാക്കന്മാർ 5 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ അങ്കിക്കുള്ള പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം തുന്നലില്ലാതെ മേൽതൊട്ടടിയോളം മുഴുവനായി നെയ്തതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 23 വാക്യം.
അടുത്ത ചോദ്യം, പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴൽ തട്ടുന്നതിന് വേണ്ടി രോഗികളെ കിടത്താൻ ഉപയോഗിച്ച വസ്ത്രം ഏതായിരുന്നു? ഉത്തരം വിരിപ്പ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മൊർദെഖായി രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഏതു ഭാഗമായിരുന്നു? ഉത്തരം വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മറുരൂപ മലയിൽ വെച്ച് യേശുവിൻ്റെ ഉടുപ്പിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം മിന്നുന്ന വെള്ളയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് കാന്ത ധരിക്കുന്ന ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്താണ്? ഉത്തരം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന വിശേഷ വസ്ത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.